പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 15-ാം തീയതി സുഭാഷിതങ്ങൾ ശ്രവിച്ചും അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഏതാനും ഭാഗം ശ്രവിച്ചും എന്നോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നിയോഗങ്ങൾ അവിടുത്തെ തിരുമുൻപിൽ നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടുകൂടി ആയിരിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ കൂടെയുണ്ട്. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ കൂടെയുണ്ട്. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 5:6 തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6. ഇന്ന് നമുക്ക് സുഭാഷിതങ്ങൾ 15-ാം അധ്യായവും അപ്പസ്തോല പ്രവർത്തനം സാവൂളിൻ്റെ മാനസാന്തരം എന്ന ഭാഗം അധ്യായം 9 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളും ശ്രവിക്കാം. സുഭാഷിതങ്ങൾ അധ്യായം 15. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ്. വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. ഭോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു. വിവേകി ശാസനം ആദരിക്കുന്നു. നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട്. ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു. വിവേകികളുടെ അധരങ്ങൾ അറിവ് പരത്തുന്നു. ഭോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്. സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ്. നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു. നേർവഴി വിട്ട് നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും. ശാസനം വെറുക്കുന്നവൻ മരിക്കും. പാതാളവും അധോലോകവും കർത്താവിന് മുൻപിൽ തുറന്നു കിടക്കുന്നു. മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല. അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു. ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തിക്കളയുന്നു. ബുദ്ധിമാൻ്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു. ഭോഷന്മാരുടെ വദനത്തിന് ആഹാരം ഭോഷത്വമാണ്. ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്. സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു. വലിയ സമ്പത്തും അതോടത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയിറച്ചിയേക്കാൾ മെച്ചം. മുൻകോപി കലഹമിളക്കിവിടുന്നു. ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു. അലസൻ്റെ മാർഗം മുൾപ്പടർപ്പുകളാൽ ആവൃതമാണ്. സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീഥിയത്രേ. വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. ഭോഷൻ അമ്മയെ നിന്ദിക്കുന്നു. ബുദ്ധിഹീനൻ ഭോഷത്വത്തിൽ ആനന്ദിക്കുന്നു. ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു. സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും. വേണ്ടത്ര ഉപദേഷ്ടാക്കളുള്ളപ്പോൾ അവ വിജയിക്കുന്നു. ഉചിതമായ മറുപടി പറയുക ഒരുവന് ആഹ്ലാദകരമത്രേ. സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു. താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിചമാക്കുന്നു.
വിധവയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു. ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ്. നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. നീതിമാന്മാർ ആലോചിച്ചുത്തരം കൊടുക്കുന്നു. ദുഷ്ടരുടെ അധരങ്ങൾ ദുഷ്ടത വമിക്കുന്നു. കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു. തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും. പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. വിനയം ബഹുമതിയുടെ മുന്നോടിയും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ സാവൂളിൻ്റെ മാനസാന്തരം. അധ്യായം 9. സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതരെ സമീപിച്ച് ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോടിങ്ങനെ ചോദിക്കുന്നതും കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു: കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി: നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്, യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങളത്രയും നാം ദൈവവചനം ശ്രവിക്കുകയായിരുന്നു. വചനത്തിൻ്റെ ശക്തി നമുക്കറിയാം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. വചനം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വചനമാണ് എല്ലാം സാധിച്ചു തരുന്നത്. വചനത്തിൻ്റെ ശക്തിയാലാണ് ആകാശവും ഭൂമിയും എല്ലാം ഉണ്ടായത്. നമുക്കും വചനത്തിൽ പ്രത്യാശയുള്ളവരാകാം, വിശ്വസിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.